ഞാൻ ഇത് ചോദിക്കണം ഇവിടെ ചോദിക്കാൻ പറയില്ല ഇവരെ വിചാരം എന്ത് ചുമ്മാ എന്തെങ്കിലും സംസാരിക്കാനുള്ള അറിഞ്ഞിട്ട് മതി കാര്യം എന്നാ കളിക്കുന്ന അയ്യോ നിങ്ങളെ സൽക്കാരം സ്വീകരിക്കാൻ വന്നല്ലേ എന്നെ ഇരുത്താൻ നോക്കല്ലേ കേട്ടാ. എന്നെ പോലൊരു പ്രമുഖനെ ബഹുമാനിക്കാത്ത ഈ വീട്ടില് ഇനി ക്ലീറ്റ് ഇരിക്കുകയല്ല നിൽക്കുകയല്ല എവിടെ ആ ഒരുമ്പട്ടോള് എന്നെ പോലൊരു പ്രമുഖന് ഇത്രയും തരം താഴ്ന്ന രീതിയില് ഒന്നും ഇല്ല. അവളെ വിളിക്കാം. രാജകുമാരന് രാജകുമാരി ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കേൾക്കാൻ രാത്രി കിടന്നുറങ്ങട്ടെ. എന്താ കാര്യം എന്ന് പറഞ്ഞേ? കാര്യമാ എന്റെ ഭാര്യക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവ് ഈ പാലാക്കാരൻ ക്ലീറ്റസിനുണ്ട്. എന്റെ ഭാര്യക്ക് എന്റെ കൊച്ചിന് ചെലവിന് കൊടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ആണോ നിൽക്കുന്ന ഈ പാഷാണ് നിൽക്കുന്ന ഇവള് പറഞ്ഞു ഇവള് കളി ഇവളുണ്ടല്ലോ ഇവള് സുജയനടുത്ത് പറയാണ് എനിക്ക് എന്റെ ഭാര്യക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവില്ല, ഞാൻ വൃക്കഴങ്ങനാണെന്ന്. അത് കേട്ട് എന്റെ ഭാര്യ നിൽക്കുന്ന അവസ്ഥ ആലോചിച്ചപ്പോ എന്റെ ചങ്ക് തകർന്നു വേണ. അതിന്റെ വിഷമം തീർക്കാനോ ഞാൻ കുടിച്ചത്. നീ എങ്ങനെ പറഞ്ഞോ? അത് കേട്ടാ ആ സുജ പറയുവാണ് എന്റെ സാരി കൊള്ളത്തില്ല, നാത്തൂന്റെ സാരി കൊള്ളാന്ന് പറഞ്ഞപ്പോ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. സാരി മാത്രമല്ല നീ കൊള്ളൂലടി അഴുക്ക്. അളിയാ എവിടെ പറഞ്ഞോ നമുക്ക് സാരി വേണം? ഞാൻ പറഞ്ഞു അവക്ക് സാരി വേണമെന്ന് പറഞ്ഞാടാ. നീ മേടിച്ചു കൊടുത്തത് തന്നെ ഞങ്ങളെ മനഃപൂർവ്വം നാട്ടിക്കാൻ വേണ്ടിട്ടാടാ നീ സാരി മേടിച്ചത്. എന്നാലും ജമന്തിയെ നീ പറഞ്ഞത് കാര്യമാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരിക്കലും നമ്മൾ വാങ്ങിക്കൊടുത്തു വെച്ചാൽ അത് പറയാൻ വിഷമായി ഉണ്ടാവില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അവൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നത് അത് ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അതെന്റെ ഇഷ്ടമാണ്. അതിനകത്ത് ആരോട് അവിടെ അവളാണ് എനിക്ക് ആദ്യം. അത് കഴിഞ്ഞുള്ളൂ. നീ പറഞ്ഞു മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി മേലെ ആവർത്തിക്കരുത്. അവളോട് മാപ്പ് പറ. എന്നോട് മാപ്പൊന്നും പറയണ്ടാരും. അതെ, ഒരാണിനെ ഭാര്യമാരെ എത്ര വേണം കിട്ടും, പക്ഷെ കൂടപ്പുറപ്പിന് കിട്ടില്ല. കനകനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയ നീ പുണ്യം ചെയ്യണം. പിന്നെ ജമന്തി പറഞ്ഞാൽ എന്താണ് തെറ്റ്? പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് കുടുംബത്ത് 10 പൈസ നീ ഇന്ന് വരെ കൊടുത്തിട്ടുണ്ടാ? ചേച്ചോട് മാപ്പ് പറ. അഹങ്കാരം പറയരുത്. നാത്തൂനെ ഒന്നും വിചാരിക്കല്ലേ. നാത്തൂനെ അറിയത്തില്ല എന്റെ നാക്കിന് ഒരു എല്ലില്ലാന്ന്. എനിക്ക് എവിടെ എപ്പോ എന്താ പറയണ്ടെന്ന് ഒന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടാ. സോറി ക്ലീറ്റോ ചേട്ടാ. പോട്ടെ. അവൻ ക്ഷമിച്ചു. നീ എന്താ ഇങ്ങനെ അവള് നേരിട്ട് മാപ്പ് പറഞ്ഞാലേ പോലെ ഇരിക്കണേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എടി, ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണക്കം മാത്രമല്ല പിണക്കം ഉണ്ടാവണം. പിന്നെ ഞങ്ങള് തമ്മിൽ അങ്ങനെ പിണക്കമൊന്നുമില്ല. അപ്പൊ അതുകൊള്ളാം. അപ്പൊ നിങ്ങളെല്ലാം കൂടെ ഒന്നായി ഞാൻ വെളിയില്ല. ആളിനെ ഫുൾ ഔട്ടാക്കാനുള്ള സാധനം ഞാൻ അമ്മ പറയേണ്ട കാര്യമുണ്ടല്ലോ. വിളിക്കാതെ കാര്യം വരില്ല ഇക്കാര്യത്തിനൊക്കെ. മര്യാദക്കാരൻ എവിടെ? ഇനി എങ്ങാനും ഇവിടെ ഒന്ന് പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ? എനിക്കൊന്നും വേണ്ട. ഞാനേ അന്നേരം പറയാഞ്ഞതാ. ഈ സാരി എടുത്തിട്ട് നാട്ടിന് നല്ല ചേർച്ചയായിരുന്നു. അന്നേരം എന്റെ കുശും കൊണ്ട് പറയാഞ്ഞതാ. സോറി.